നമ്മുടെ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ചൂടുള്ള വാർത്തയാണ്. ചൂട് വാർത്ത ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് അല്ലേ. നമ്മൾ സാധാരണ ചില രാഷ്ട്രീയ പാർട്ടികൾ ലയിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. DIC കോൺഗ്രസിൽ ലയിച്ചു, കേരള കോൺഗ്രസ് ഇന്ന പാർട്ടി കേരള കോൺഗ്രസിൽ ലയിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്തയുണ്ട്. ആ വാർത്ത എന്താണ്? തങ്കു ബ്രദറും അദ്ദേഹത്തിൻ്റെ ഹെവൻലി ഫീസ്റ്റും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുമായി ലയിക്കുന്നു. അതിന് പരിശുദ്ധ കാതോലിക്ക ബാവയുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വട്ടശ്ശേരി പിതാവിൻ്റെ ഓർമ്മ ദിവസമായ 2024 ഫെബ്രുവരി 25 പരിശുദ്ധ കാതോലിക്ക ബാവയും തങ്കു ബ്രദറും ഫാമിലി ഫീസ്റ്റും തമ്മിൽ ഉടമ്പടികൾ വരികയും സുസ്തിക്കോൻ ഉടമ്പടിയിലേക്ക് തങ്കു ബ്രദറിന് ആ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ മുൻ സഭാ അംഗമായ തങ്കു ബ്രദർ കാരാപ്പുഴ സ്വദേശിയാണ്. മർത്തോമൻ പൈതൃക സമ്മേളനത്തിൽ തങ്കു ബ്രദർ സംസാരിക്കും. 2024 മാർച്ച് 8 സഭയുടെ സുവിശേഷ മിഷന്റെ പൂർണ്ണ ചുമതല തങ്കു ബ്രദറിന് നൽകും. ഒരു മെത്രാപ്പോലിത്തോടെ എല്ലാ പരമാധികാരവും സ്വീകരിച്ചുകൊണ്ടാണ് തങ്കു ബ്രദർ ഓർത്തഡോക്സ് സഭയിലേക്ക് കടന്നു വരുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാവരും വിശ്വസിക്കും. കാരണം ഈ അടുത്ത നാളിലാണ് മറ്റൊരു ആൾ ദൈവം തൻ്റെ മാതൃസഭയിലേക്ക് തിരിച്ചു പോയത്. അത് തിരിച്ചു പോയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലുകാരെല്ലാം കൂടി അസോസിയേഷൻ കൂടിയിട്ട് ആ ആൾ ദൈവത്തിൻ്റെ മാതൃസഭയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഈ മനുഷ്യനെ നിങ്ങളുടെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കാരണം ഞങ്ങളുടെ ആധുനിക ഹോസ്പിറ്റലുകളൊക്കെ പൊട്ടിപ്പാളീസായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ആൾ ദൈവം കാലില്ലാത്തവർക്ക് കാല് വെച്ച് കൊടുക്കും, കണ്ണില്ലാത്തവർക്ക് കണ്ണ് കൊടുക്കും, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾപ്പി കൊടുക്കും, ക്യാൻസർ മാറ്റും, തലച്ചോറ് മാറ്റി വേറെ തലച്ചോറ് വെച്ച് കൊടുക്കും, വയറിനകത്ത മുഴയും ഒക്കെ മാറ്റി, ഇങ്ങനെ ഏതൊക്കെ അസുഖങ്ങൾ ഒരു മനുഷ്യനെ ബാധിക്കാമോ ആ അസുഖം എല്ലാം പുള്ളി ഭേദമാക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ മനുഷ്യനെ തങ്ങളുടെ മാതൃസഭയിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മാതൃസഭ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഈ ആൾ കാരണം മാതൃസഭയിൽ നിന്നുള്ള പല ആൾക്കാരും പുള്ളിയുടെ വാക്ചാതുര്യത്തിൽ വീട് സഭയുടെ ആൾക്കാരുടെ എണ്ണം കുറയും, അനുയായികളുടെ എണ്ണം കുറയും. കാരണം അനുയായികളുണ്ടെങ്കിലേ സ്വോത്രകാഴ്ച കൊടുത്തുള്ളൂ. സംഭാവനകൾ ഗംഭീരമാകും, പരിപാടികൾ സൂപ്പറാകുമെന്ന് പറഞ്ഞ പോലെ ഈ അനുയായികൾ വന്നാലല്ലേ സ്വോത്രകാഴ്ചയും ഡൊണേഷനും ഒക്കെ നടക്കുകയുള്ളൂ. അണികളെ വെച്ചല്ലേ പല കാര്യവും നടത്തുന്നത്. അപ്പോൾ അണികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവസാനം ഈ സഭ ഈ ആൾ ദൈവത്തെ തിരിച്ച് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ പുള്ളി അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അത്ഭുതമൊന്നും പറയണ്ട. കാരണം മൊണ്ണവിശ്വാസികൾ ഉള്ളിടത്തോളം കാലം യാതൊരു ക്യാപിറ്റലും ഇല്ലാതെ നാക്കിനുള്ള ഉള്ള മുതൽ മുടക്ക് അത് വെച്ചുകൊണ്ട് നല്ല വാഗ്ചാതുര്യം ഉണ്ടെങ്കിൽ 10 തുട്ട് ചെമ്പുണ്ടാക്കാം, എന്നിട്ട് നമുക്ക് നല്ല നിലയിൽ ജീവിക്കാം, യേശുക്രിസ്തുവിനെ വിൽക്കാം. കാരണം ബൈബിള് മാത്രമല്ല ഉള്ളൂ നമ്മുടെ ആകെയുള്ള. ബൈബിൾ മേടിക്കണം, അത് ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ കുറേ സാക്ഷി പറയാൻ കുറേ ആൾക്കാരെ കൂലിക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അന്ധമായ ഈ ആത്മീയതയെ വിശ്വസിക്കുന്ന പാവങ്ങൾ ഇതെല്ലാം കണ്ട് ഇവരുടെ ആരാധന മൂർത്തിയായി ഈ ആളെ പ്രതിഷ്ഠിക്കുകയും പുള്ളിയെ ദൈവത്തിൻ്റെ ജീസസ് ക്രൈസ്റ്റിൻ്റെ പ്രതിരൂപമായി കാണുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഈ കൊറോണയ്ക്ക് ശേഷം ശകലം ക്ഷീണം ഇങ്ങനെയുള്ള ആ ദൈവങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പം കപ്പ കൃഷി വേണ്ട പോലെ അങ്ങോട്ട് ഏക്കുന്നില്ല. ഭയങ്കരമായിട്ടുള്ള മൂഷിക ശല്യമാണ്. മുഞ്ഞ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്കു ബ്രദറും ഹെവൻലി ഫീസ്റ്റും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയോട് ലയിക്കുന്നു. ഇപ്പോൾ വിശ്വാസികളെല്ലാം ഇപ്പം നവകേരള യാത്രയും രാഷ്ട്രീയ ബഹളമൊക്കെ കാരണം ഇതൊന്ന് വളരെ ശ്രദ്ധയിലേക്ക് വന്നെങ്കിലും മുഖ്യധാരയിലേക്ക് വരുന്നില്ല. ജനങ്ങൾ അടക്കം പറയുന്നുണ്ട്
എന്നാലും തങ്കു ബ്രദറും ഫാമിലി ഫീസ്റ്റും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ ലയിക്കാൻ പോകുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ നിങ്ങളോട് അസന്നിഗ്ധമായി പറയുന്നു, ഇത് ഫേക്ക് ന്യൂസാണ്. എങ്ങനെ ഈ ഫേക്ക് ന്യൂസ് വന്നു എന്ന് ഞാൻ പറയാം. ഇത് ആധികാരികമായി തന്നെ പറയുകയാണ്. കാരണം സഭാ നേതൃത്വവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, തങ്കു ബ്രദർ ഓർത്തഡോക്സ് സഭയിൽ ലയിക്കുമെന്ന് പറയുന്നത് ഫേക്ക് ന്യൂസാണ്. എന്താണ് അതിന്റെ അടിസ്ഥാന കാരണം പറഞ്ഞുതരാം. നമുക്കറിയാം, ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിന്റെ പേര് മർത്തോമയുടെ ചുണക്കുട്ടികൾ എന്നാണ്. ഈ മർത്തോമയുടെ ചുണക്കുട്ടികളുടെ സെയിം ആയിട്ട്, അതായത് അതിനു സമാനമായിട്ട് ക്ലോൺ ചെയ്തുകൊണ്ട് ഇതിന്റെ സെയിം ആണെന്ന് വരുത്തിക്കൊണ്ട് അതിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികൾ വിശ്വസിച്ചു പോയത്. മർത്തോമയുടെ ചുണക്കുട്ടികൾ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഫേസ്ബുക്ക് പേജാണ്. ഈ ഫേസ്ബുക്ക് പേജ് അതേപടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്കറിയാലോ, സമാന രീതിയിലായപ്പോൾ ആർക്കും ഇതല്ല അതല്ല ഇത് എന്നറിയില്ല. സ്വാഭാവികമായും പൊതുസമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആ പേജിൽ വന്ന വാർത്ത ഇതാണ്, ഇത് ശരിയാണെന്ന്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് തെറ്റായ വാർത്തയാണ്. ഇത് ക്ലോൺ ചെയ്ത് സമാന രീതിയിൽ ഉണ്ടാക്കിയ ഫേക്കായി ഉണ്ടായ ഒരു ഫേസ്ബുക്ക് പേജാണെന്ന് ഞാൻ അസന്നിഗ്ധമായി നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയട്ടെ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു. ബൈബിൾ വാക്യത്തിലൂടെ പറഞ്ഞാൽ ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് തെറ്റായ വാർത്തയാണ്. ഇതില് മറ്റൊരു വാർത്തയുണ്ട്, ഇനി ശരിയായൊരു വാർത്തയുണ്ട്. എന്താണ്? ബിലീവേഴ്സ് ചർച്ച്, അവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നുമൊക്കെ സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിൽ അവരുടെ സഭയ്ക്ക് കോടാനുകോടി രൂപയുടെ നഷ്ടങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ പൗരോഹിത്യത്തിന് തൊപ്പി ധരിച്ചാൽ അതിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിക്കാം. അതുകൊണ്ട് തന്നെ ബിലീവേഴ്സ് ചർച്ചിൽ ഇപ്പോൾ അച്ഛന്മാർക്കെല്ലാം തൊപ്പി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അങ്ങനെ യാക്കോബ സഭയുമായി ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ യാക്കോബ സഭയുടെ റീത്തായിട്ട് ബിലീവേഴ്സ് ചർച്ച് മാറാൻ പോകുന്നു. ജനുവരിയിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. ബിലീവേഴ്സ് ചർച്ചിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് കടന്നുപോയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വാർത്ത മറച്ചു വയ്ക്കുവാൻ, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുവാൻ വളരെ ബുദ്ധിമുട്ടും ചിലർ ചെയ്ത നല്ലൊരു നാടകമാണ് ഇവിടെ അരങ്ങേറിയത്. ആ നാടകമാണ് തങ്കു ബ്രദർ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന് മെത്രാപ്പോലിത്തൻ പദവി പോലെ ഉള്ള പദവി നൽകിക്കൊണ്ട് തങ്കു ബ്രദർ മാത്രമല്ല 1,00,000 പേര്. ഞാനും ആലോചിച്ച്, തങ്കു ബ്രദർ അത്ര മണ്ടനാണോ? തങ്കു ബ്രദർ മണ്ടനൊന്നുമല്ല. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഹെവൻലി ഫീസ്റ്റ് പോലെയുള്ള ഒരു പ്രസ്ഥാനം പടുത്തുയർത്താൻ സാധിച്ച തങ്കു ബ്രദർ ഇനി അഥവാ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തങ്കു ബ്രദറിനാവില്ല. കാരണം അദ്ദേഹത്തെ വിശ്വസിച്ച് വന്ന പല സഭകളിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഹെവൻലി ഫീസ്റ്റിൽ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. എങ്ങോട്ട് പോകും? ബൈബിളിൽ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും അനാഥനായി വിടില്ല. അപ്പോൾ തങ്കു ബ്രദറിനെ അനാഥനായി വിട്ടുകൊണ്ട് നോഹയുടെ പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടതുപോലെ തങ്കു ബ്രദറിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ തങ്കു ബ്രദറിന് ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് i2i ന്യൂസിലൊക്കെ വന്ന് തങ്കു ബ്രദറിന്റെ മകൻ രംഗത്ത് വന്നതും റോണക്കിന്റെ പ്രസംഗവും കാച്ചട്ട പ്രസംഗവും ഒക്കെ നമ്മളും കേട്ടതാ. നല്ല ക്ഷീണമാണ്. ഇപ്പോൾ പഴയ പോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല, കൃഷി അങ്ങോട്ട് നടക്കുന്നില്ല. പക്ഷെ തങ്കു ബ്രദറും മിടുക്കനാണ്. കാരണം എന്താണ്? നല്ല സാമ്പത്തികമായ ഭദ്രത അദ്ദേഹത്തിന് കൈവന്നു. എല്ലാ ജില്ലകളിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ സഭയ്ക്ക് സ്വന്തമായ സ്ഥലമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, സഭയുടെ പേരിലല്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ കഴിഞ്ഞ ഇടവരെ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് സഭ നാളെ ഇല്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ സ്വാഭാവികമായും തങ്കു ബ്രദർ മറ്റൊരു സഭയിൽ ലയിച്ചുകൊണ്ട് ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം തങ്കു ബ്രദർ എൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങളൊരു സ്ഥലത്ത് ജനിച്ചവരാണ്, ഒരേ കോളേജിൽ പഠിച്ചവരാണ്. തങ്കു ബ്രദർ മിടുക്കനാണ്. അപ്പോൾ ഏത് സഭയായിക്കോട്ടെ കുറച്ച് ഗുണങ്ങളുണ്ട്. നമുക്കത് ഇവരെ കുറ്റം മാത്രം പറയുന്നത് ശരിയല്ല.
ഒട്ടേറെ ആൾക്കാർ മദ്യപാനത്തിന് അഡിക്റ്റ് ആയിട്ടുള്ളവർ മദ്യപാനം നിർത്തി, മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ളവർ മയക്കുമരുന്ന് ഉപേക്ഷിച്ചു, കുടുംബത്ത് കലഹം ഉണ്ടായിക്കൊണ്ടിരുന്നവർ നേരായ പാതയിൽ വന്നു. കുറേ പേരെയൊക്കെ, കാരണം ആത്മീയതയുടെ പേരിൽ എന്തുമായിക്കോട്ടെ സത്യസന്ധമായി നമ്മളതിനെ വിലയിരുത്തണം, കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവർ സാമ്പത്തികമായ ലാഭം നേടും, സ്വാഭാവികമാണ്. കാരണം നമുക്കറിയാം ഇന്നിപ്പോൾ ആത്മീയ കച്ചവടമാണ് ഇവിടെ. ഇത് ആത്മീയ കച്ചവടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതേക്കുറിച്ച് അവർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഭക്തജനങ്ങൾ ഇതൊക്കെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടാനും അതിനുള്ള ആളും അർത്ഥവും അവർക്കുണ്ട്. അവർ പണം ഉണ്ടാക്കിയതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, താലന്ത് നീ ഉപയോഗിക്കണം. ഉപയോഗിക്കാത്ത താലന്ത് ഉപയോഗിക്കാത്തവനെ യേശുക്രിസ്തുവിന് പോലും ഇഷ്ടമല്ല. അപ്പോൾ സ്വോത്ര കാഴ്ചയായിട്ടും ഡൊണേഷനായിട്ടും ഒക്കെ സ്വർണവുമായിട്ടൊക്കെ പണം ലഭിച്ചിട്ടുണ്ട്. അവരത് അവരുടെ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ SBIയിലൊക്കെ കൊണ്ട് നിക്ഷേപിച്ചു. അത് അവരുടെ കഴിവാണെന്ന് പറയുന്ന ആളാണ്, അവരുടെ കഴിവാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്തുവാട്ടെ, ഈ വാർത്ത ഫേക്കാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഒരിക്കലും തങ്കുവിനെ സ്വീകരിക്കില്ല, തങ്കു ഒരിക്കലും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ സമീപിക്കുകയുമില്ല. ഈ വാർത്ത പടച്ചു വിട്ടത് മർത്തോമയുടെ ചുണക്കുട്ടികൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ്. ഈ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെയാണ്. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ ആണ് എന്ന പേരിൽ ക്ലോൺ ചെയ്തുകൊണ്ട് സമാന രീതിയിലുള്ള ഐഡിയ ഒക്കെ വെച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് തന്നെയാണ് എന്ന തരത്തിൽ വാർത്ത പറഞ്ഞതാണ്. ഈ വാർത്ത തെറ്റാണെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതിൻ്റെ പിറകിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം കള്ളൻ വെറുതെ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലപ്പുറമിൽ കള്ളനെ ഓടിച്ചിട്ട് യഥാർത്ഥ കള്ളനെ ഓടിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ സഭാവിശ്വാസികളൊന്നും ഇതേക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പല സഭാവിശ്വാസികളും പറഞ്ഞു എന്നോട് ഞങ്ങൾ സഭ വിട്ടു പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സഭയൊന്നും വിട്ടു പോകണ്ട. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അത്ര മൗഢ്യം കാണിക്കില്ല, തങ്കുവും അത്ര മൗഢ്യം കാണിക്കില്ല. അതുകൊണ്ട് ഒന്നൊന്നും ലയിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. രാഷ്ട്രീയ പാർട്ടികൾ ലയിച്ചാലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലയിച്ചാലും നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയും തങ്കുവിൻ്റെ FLDPCയിൽ ലയിക്കില്ല, ലയിക്കേണ്ട ആവശ്യമില്ല. ഈ വാർത്ത വ്യാജമാണ്. ഈ എപ്പിസോഡ് ശ്രമിച്ച മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ നല്ല നമസ്കാരം പറയുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ടച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡ് കാണും വരെ നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം സജീവൻ ദിയാൽ. താങ്ക് യു സോ മച്ച്.